എല്ലാവർക്കും സലോം സ്ലോഗിലേക്ക് സ്വാഗതം. അപ്പത്തിൻ്റെ മാവ് കുറച്ച് നേരത്തെ അരച്ച് വെച്ചതേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂറായതേ ഉള്ളൂ. എല്ലാം പൊങ്ങി കളഞ്ഞു കണ്ടോ. ഇത് കുറേശ്ശെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിരുന്നതാണ്, പക്ഷേ ഇതാന്ന് പറയുമ്പോൾ അങ്ങ് പൊങ്ങി. അത്രയ്ക്ക് നല്ല പരുവം കിട്ടിയിരിക്കുന്നു മാവ്. നമ്മളിത് ഇതുപോലെ ഇത്രയും സമയം പുറത്ത് വയ്ക്കാതെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറ്. നേരത്തെ അങ്ങ് എടുത്ത് വെക്കും. അല്പം പൊങ്ങിയെന്ന് പറഞ്ഞത് മോൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെ പറ്റിയതാണ്. കണ്ടോ, അത്രയ്ക്ക് നല്ല സ്മൂത്തായ മാവാണ്. കണ്ടില്ലേ, എല്ലാം പൊങ്ങി സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഇതിൽ സോഡാപ്പൊടി അങ്ങനത്തെ അതൊന്നും ചേർക്കുന്നതല്ല കേട്ടോ. ഓക്കെ, നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. ഇതുപോലെയൊക്കെ പരുവത്തിന് മാവൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയൊക്കെ കഴിക്കും. ഓക്കെ, അങ്ങനെ അപ്പം ചുടാൻ പോവുകയാണ്. കണ്ടില്ലേ, മാവ് ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങളിതിൽ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, കണ്ടില്ലേ റെസിപ്പി പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പലപ്പോഴും ഒരു 2 പ്രാവശ്യം എങ്ങാണ്ട് അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേറെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്, തേങ്ങയൊക്കെ ഇട്ടും. അല്ലാതെ ഇതിലാണെങ്കിൽ ഒരു 1.5 സ്പൂൺ ദോശമാവിട്ട് 3/4 കിലോ അരിക്കാണ് കേട്ടോ. 750 ഗ്രാം അരിക്കാണ്. നമ്മുടെ റേഷൻ കടയിലൊന്നും വാങ്ങുന്ന പച്ചരി തന്നെയാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ, 1.5 സ്പൂണെന്ന് പറയുമ്പോൾ ഇതിനെയാണ് കേട്ടോ. 1.5 സ്പൂൺ മാവ്, അതായത് നമ്മുടെ ദോശമാവ് ഒഴിച്ച്. പിന്നെ അത് പോയിട്ട് ഇതിനൊരു 2 സ്പൂൺ സുലേഹരിയുടെ ചോറാണ് ഞങ്ങൾ ഇതിലിട്ടത്. പിന്നെ അത് പോയിട്ട് അല്പം ഉഴുന്നും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം എന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂൺ ഉഴുന്നും കൂടെ ഇതിൽ കുതിർക്കയിട്ടപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര. പക്ഷേ ഇന്നലെ പഞ്ചസാരയുടെ അളവ് അല്പം കൂടിയത് കൊണ്ടായിരിക്കണം ഒരു 1.5 മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ മാവ് പൊങ്ങിക്കളഞ്ഞത്. അപ്പോഴും നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ അപ്പം എന്തായാലും ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിൻ്റെ സ്മൂത്ത്നെസ്സൊക്കെ കാണിക്കണമല്ലോ. ഓക്കെ, ഇത് ഒരു സവാള ചെടിച്ചട്ടിയിൽ വെറുതെ മോള് കുത്തി വെച്ചതാണ്. അത് പിന്നെ വേറെ ചെടിയൊക്കെ നിന്നു. പിന്നെ ആ ചെടിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ വെറുതെ സവാള അപ്പോഴപ്പോഴാ പൂത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഇത് വിളവെടുത്തതാണ് കേട്ടോ. ഒരു സവാളയിൽ ഉണ്ടായതാണ്, പക്ഷേ ഇത് വലുതാവുന്നില്ല. ചെറിയ സവാള എന്ന് നമുക്ക് കിട്ടി, കണ്ടില്ലേ. അപ്പോൾ ഇനി തന്നിരുന്നെങ്കിൽ ഇതെല്ലാം മുളച്ച് വീണ്ടും ഇതിൽ ചെറുതായിട്ട് സവാള ഉണ്ടാകുമായിരുന്നു. സവാള കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഗ്രീൻ പീൻസ് കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഗ്രീൻ പീൻസ് എന്തായാലും കുക്കറിലേക്ക് ഇടാം. അപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഗ്രീൻ പീൻസ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൂട്ടുകാരെ. നല്ല ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണ്. അടുത്തത് കൊള്ളാം. ഓ വാവ്, കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ബൈ.